വെൽക്കം ടു ദ ബയോളജി ബ്രീഫ് ചാനൽ. നാം ഇന്ന് +1 ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്ററായ ദ ലിവിങ് വേൾഡ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ ഒരു ചെറിയ ചാപ്റ്ററാണ്, വളരെ സിമ്പിളാണ്. നമുക്ക് നോക്കാം. ലിവിങ് തിങ്സ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റും നിങ്ങളൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈഡ് റേഞ്ച് ഓഫ് ലിവിങ് തിങ്സ് കാണാൻ പറ്റും. പല രൂപത്തിലും പല തരത്തിലുമുള്ള പല സൈസിലുമുള്ള ലിവിങ് ഓർഗാനിസിനെ കാണാൻ പറ്റും. ടെക്സ്റ്റിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, എക്സ്ട്രാ ഓർഡിനറി ഹാബിറ്റാറ്റ്സ്. എക്സ്ട്രാ ഓർഡിനറി ഹാബിറ്റാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോട്ട് സ്പ്രിങ്ങുകൾ, മൗണ്ടൻ്റെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ, അതുപോലെ തന്നെ പ്യുവർ വാട്ടർ ഫ്രഷ് വാട്ടർ ലേക്കുകളിൽ അങ്ങനെ കാണുന്ന എക്സ്ട്രാ ഓർഡിനറി ഹാബിറ്റാറ്റുകളിൽ പോലും നമുക്ക് അവിടെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ലിവിങ് ഓർഗാനിസിനെ കാണാൻ പറ്റും. ഇനി ടെക്സ്റ്റിൽ പറയുന്ന ഡിസ്ക്രിപ്ഷനിൽ ഇതാ ഗാലപ്പിംഗ് ഹോഴ്സസിന്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നു. നോക്കൂ, ഇതാ മൈഗ്രേറ്റിംഗ് ബേർഡ്സ് ഇവിടെ കാണിച്ചിരിക്കുന്നു. ഒരു വാലിയിൽ കാണുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ്, ഇതാ ചെറിയ ഫിഷസിനെ അറ്റാക്ക് ചെയ്യുന്ന ഷാർക്ക്, ഇതെല്ലാം തന്നെ പല തരത്തിൽ കാണപ്പെടുന്ന ലിവിങ് ഓർഗാനിസത്തിന് എക്സാമ്പിളാണ്. അവയുടെ ആ ഹാബിറ്റാറ്റും അവരുടെ രീതികളെല്ലാം നമ്മളെ ഏറ്റവും അധികം അതിശയിപ്പിക്കുന്ന ഫാക്ടേഴ്സാണ്. ഇനി അപ്പോൾ ടെക്സ്റ്റിൽ ഒരു ചോദ്യം വരുന്നുണ്ട്, വാട്ട് ഇൻഡീഡ് ലൈഫ് ഈസ്. അപ്പോൾ ബയോളജി പഠിക്കുന്നവർ ആൻസർ ചെയ്യേണ്ട ഒരു ചോദ്യമാണ് വാട്ട് ഇൻഡീഡ് ലൈഫ് ഈസ്. അപ്പോൾ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യാമെങ്കിൽ ഓരോ സെല്ലിലും നടക്കുന്ന ഇൻറ്റഗ്രേറ്റഡ് ബയോകെമിക്കൽ റിയാക്ഷൻ ആണ് ഈ ലൈഫിന് കാരണമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ലൈഫ് ആക്ടിവിറ്റി കാരണമാകുന്നത് ഓരോ സെല്ലിൽ നടക്കുന്ന കൺട്രോൾഡ് ഇൻറ്റഗ്രേറ്റഡ് ബയോകെമിക്കൽ റിയാക്ഷൻ്റെ റിസൾട്ടാണ് ലൈഫ് എന്ന് പറയുന്നത്. ആ ലൈഫ് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്, അല്ലെങ്കിൽ മറ്റു ജീവികളുടെ ലൈഫ് ഉള്ളതാണ് നമ്മൾ എങ്ങനെ അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ജീവികൾ കാണിക്കുന്ന ചില ലൈഫ് ആക്ടിവിറ്റിയിൽ കൂടെയാണ്. എക്സാമ്പിൾ ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മൂവ്മെൻറ്റ്, കോൺഷ്യസ്നെസ്, ഇവയെല്ലാം ലൈഫ് ആക്ടിവിറ്റീസിന് എക്സാമ്പിളാണ്. ഈ കോൺഷ്യസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ പരിസരത്തുള്ള എൻവയോൺമെൻറ്റുമായിട്ട് ഒരു ഓർഗാനിസം കാണിക്കുന്ന ആ ഒരു ബന്ധത്തിന് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതിൽ ഹ്യൂമൻ ബീയിങ്ങിന് മാത്രമുള്ള ഒരു ക്വാളിറ്റിയാണ് സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ് മാത്രം കാണിക്കുന്ന ഒരു ലൈഫ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ ലൈഫ് ആക്ടിവിറ്റികളെ പറ്റി നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും. അതിൻ്റെ കൂടുതൽ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകുന്നില്ല. ഈ പറയുന്ന ലൈഫ് ആക്ടിവിറ്റീസ് കാണിക്കുന്ന ഓർഗാനിസം അല്ലെങ്കിൽ എൻറ്റിറ്റീസ് നമ്മൾ വിളിക്കുന്നവരാണ് ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസംസ് ആർ ദോസ് എൻറ്റിറ്റീസ് ഹൂ ഷോസ് ദീസ് ലൈഫ് ആക്ടിവിറ്റീസ് സച്ച് ആസ് ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ എക്സെട്ര. അപ്പോൾ ലൈഫ് എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു, ഒരു ലിവിങ് സിസ്റ്റത്തിലെ ഇൻറ്റഗ്രേറ്റഡ് ബയോകെമിക്കൽ റിയാക്ഷൻ്റെ ആകെത്തുകയാണ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിവിങ് ഓർഗാനിസം, നമുക്ക് ചുറ്റുമുള്ള ലിവിങ് ഓർഗാനിസം നിങ്ങൾ കണ്ണോടിക്കൂ. നിങ്ങളുടെ വീട്ടിൽ തന്നെ പോട്ടഡ് പ്ലാന്റ്സ് കാണാം, മരങ്ങൾ കാണാം. നമുക്കറിയാം ധാരാളം കോക്കനട്ട് ട്രീസ് നമുക്ക് ചുറ്റും കാണും. പിന്നെ വീട്ടിൽ ഫലങ്ങൾ തരുന്ന അല്ലെങ്കിൽ പഴങ്ങൾ തരുന്ന മരങ്ങളുണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട മൃഗങ്ങളുണ്ടാവാം, പക്ഷികളുണ്ടാവാം. അപ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന ആ ഓർഗാനിസത്തിനെ നമുക്ക് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് അവയെ ഡിവൈഡ് ചെയ്യാം. 3 തരത്തിലുള്ളവയായിരിക്കും കാണുക. ഒന്ന്, ചിലതെല്ലാം പ്ലാന്റ്സ് ആയിരിക്കും, ചിലതെല്ലാം അനിമൽസ് ആയിരിക്കും. ഇനി ചില ലിവിങ് ഓർഗാനിസം കാണാൻ കഴിയില്ല, നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ കഴിയും. നമ്മൾ മൈക്രോസ്കോപ്പ് വഴിയായിരിക്കും അവയെ കാണാൻ കഴിയുക. അങ്ങനെയുള്ളവയെ നമ്മൾ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയും. ഇനി നമ്മുടെ ഈ പെർസ്പെക്റ്റീവ് കുറച്ചുകൂടെ നമ്മൾ വൈഡ് ആക്കുക, നമ്മുടെ ഒബ്സർവേഷൻ്റെ ഏരിയ വലുതാക്കുക. ഉദാഹരണത്തിന് ഒരു ഡെൻസ് ഫോറസ്റ്റ്, വലിയ ഏരിയയുള്ള ഡെൻസ് ഫോറസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇനിയും ഓർഗാനിസത്തിൻ്റെ എണ്ണം കൂടും. നമ്മളെ വീടിന് ചുറ്റും കണ്ട ഓർഗാനിസം പോലെയല്ല, ആ നമ്പർ കൂടുന്നു, ഡിഫറെൻറ്റ് ഫോംസും കൂടുന്നു. അതുപോലെ തന്നെ ഒരു സമുദ്രം, ഓഷ്യനിൽ തന്നെ നമുക്കറിയാം അവിടെ ഉള്ളിലൊക്കെ ഇഷ്ടം പോലെ ആൽഗകളും ഫിഷസും മറ്റു വാട്ടർ ഡ്വെല്ലിംഗ് അനിമൽസും എല്ലാം നമുക്ക് കാണാൻ കഴിയും, അല്ലേ? അപ്പോൾ ആ ഒരു വലിയ ഓഷ്യൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വൈഡ് പെർസ്പെക്റ്റീവ് ആണ്. അപ്പോൾ ആ ലിവിങ് ഓർഗാനിസത്തിൻ്റെ നമ്പരും ഫോമും അവയുടെ ആ വൈവിധ്യവും എല്ലാം വർദ്ധിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വൈഡ് ഒബ്സർവേഷൻ ആയാലും ശരി, നാരോ ഒബ്സർവേഷൻ ആയാലും ശരി, നമ്മൾ അവിടെ കാണുന്ന ഓരോ തരം പ്ലാന്റ് അല്ലെങ്കിൽ അനിമൽ അല്ലെങ്കിൽ ഓർഗാനിസം, പ്ലാന്റ് ഫോർ എക്സാമ്പിൾ ഗാർഡൻ പീ അല്ലെങ്കിൽ കോക്കനട്ട് പ്ലാന്റ്, അനിമൽ ഹ്യൂമൻ ബീയിങ് ആയിക്കോട്ടെ, ക്യാറ്റ് ആയിക്കോട്ടെ, ഡോഗ് ആയിക്കോട്ടെ, അതർ ഓർഗാനിസം ബാക്ടീരിയ,
നമുക്ക് രോഗം ഉണ്ടാക്കുന്ന പലതരം ഈ ഓരോ ഓർഗാനിസം നമുക്ക് ഓരോ സ്പീഷീസ് ആണെന്ന് പറയാം. അപ്പൊ നമ്മുടെ ചുറ്റും നമ്മൾ പരിചയപ്പെട്ട ഓരോ ലിവിങ് ഓർഗാനിസവും ഓരോരോ സ്പീഷീസുകളാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഇതുവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടുള്ള സ്പീഷീസുകളുടെ എണ്ണം ടെക്സ്റ്റിൽ പറയുന്നു, ഓർമ്മിക്കുക, 1.7 to 1.8 മില്യൺ സ്പീഷീസ് ഇതുവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ സ്പീഷീസിനും നമ്മൾ ഐഡന്റിഫൈ ചെയ്തു എന്ന് അവകാശപ്പെടുന്നില്ല. നമ്മൾ ഐഡന്റിഫൈ ചെയ്യാത്ത ഇഷ്ടംപോലെ സ്പീഷീസുകൾ ബാക്കി ഉണ്ടാവാം. പക്ഷെ നമ്മുടെ കണക്കനുസരിച്ച് നമ്മൾ ഇതുവരെ 1.7 to 1.8 മില്യൺ സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ സംഖ്യയാണ്. നമ്മൾ ഐഡന്റിഫൈ ചെയ്യാത്ത ധാരാളം കിടക്കുമ്പോൾ പോലും ഇത് തന്നെ ഒരു വലിയ സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ ദ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ്, ദ ലാർജ് നമ്പർ ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസം പ്രസന്റ് ഇൻ ദ വേൾഡ്, അത് നമ്മൾ ഒരൊറ്റ പേര് പറയും, ദാറ്റ് ഈസ് ബയോഡൈവേഴ്സിറ്റി. വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി? The large number and different types of organism present on earth is denoted as biodiversity. ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്തൊരു കാര്യത്തിലേക്ക്, ഇനി നമ്മൾ if we explore new areas, നമ്മൾ വീണ്ടും പുതിയ പുതിയ മേഖലകളിലേക്ക് നമ്മൾ ഒബ്സർവേഷൻ നടത്തുകയോ അല്ലെങ്കിൽ പഴയ ഏരിയയിൽ തന്നെ വീണ്ടും ഒബ്സർവേഷൻ വിധേയമാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെയെല്ലാം പുതിയ ഓർഗാനിസത്തിനെ കണ്ടെത്താൻ പറ്റും. അവയെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നാളെ ഇതുവരെ നമ്മൾ കണ്ടെത്തിയ ഓർഗാനിസം അല്ലാതെ പുതിയ ഓർഗാനിസം എത്തുകയാണെങ്കിൽ നമുക്ക് അവയെ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ അവയെ പുതിയതായിട്ട് ഓർഗാനിസം ഐഡന്റിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ഓർഗാനിസത്തിന് സാധാരണ അറിയപ്പെടുന്നത് ലോക്കൽ നെയിംസിലായിരിക്കും. അപ്പോൾ എപ്പോഴിപ്പോൾ പുതിയ കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ പുതിയൊരു പേരിട്ട് കൊടുക്കുന്ന പോലെ പുതിയ ഓർഗാനിസത്തിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പുതിയൊരു പ്ലാന്റിനെ കാണുന്നു, പുതിയൊരു അനിമലിനെ കാണുന്നു, പുതിയൊരു ബട്ടർഫ്ലൈയെ കണ്ടെത്തുന്നു, അതിനൊക്കെ നമ്മൾ പേരുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എൻലിസ്റ്റ് ചെയ്യാനായിട്ട് അവയ്ക്ക് പുതിയ പേരുകൾ കൊടുക്കുമ്പോൾ സാധാരണ കൊടുത്തു വരുന്നത് ലോക്കൽ നെയിംസ് ആണ്. ഈ ലോക്കൽ നെയിംസ് എന്ന് പറഞ്ഞാൽ ഒരേ ജീവിക്ക് തന്നെ പല സ്ഥലങ്ങളിൽ പല പേരുകളായിരിക്കും, ഒരു ഐക്യരൂപം ഉണ്ടാകത്തില്ല. ഒരു സംസ്ഥാനത്തിനകത്തുള്ള വിവിധ ജില്ലകളിൽ തന്നെ പല പല പേരുകളായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? ഇറ്റ് ക്രിയേറ്റ്സ് കൺഫ്യൂഷൻ ടു ഐഡന്റിഫൈ ദ സെയിം ഓർഗാനിസം കറക്റ്റ്ലി. ഒരേ ഓർഗാനിസത്തിനെ പലതരം പേരുകളിൽ പല സ്ഥലങ്ങളിൽ വിളിക്കുമ്പോൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അങ്ങനെ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനുള്ള മാർഗം എന്താണ്? നീഡ് ടു സ്റ്റാൻഡർഡൈസ് ദ നെയിമിങ്. ആ നെയിമിങ്ങിനെ നമ്മളൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഒരേ പേരിൽ അറിയത്തക്ക രീതിയിൽ അവയെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. സെയിം നെയിം ആൾ ഓവർ ദ വേൾഡ് മൊത്തം ഒരു ഓർഗാനിസത്തിന് ഒറ്റ പേര്. ആ പേരിനെ നമ്മൾ പറയുന്ന പേരാണ് സയന്റിഫിക് നെയിം. അപ്പോൾ ഒരു ഓർഗാനിസം ലോകം മുഴുവൻ ഒരൊറ്റ പേരിൽ തന്നെ അറിയപ്പെടുന്ന ആ ഒരു പേര് നമ്മൾ പറയും സയന്റിഫിക് നെയിം എന്ന് പറയും. അങ്ങനെ സയന്റിഫിക് നെയിം കൊടുക്കുന്നതിന് നമ്മൾ നോമൻക്ലേച്ചർ എന്ന് പറയുക. അപ്പോൾ പുതുതായിട്ട് കണ്ടെത്തുന്ന ഓർഗാനിസത്തിന് നമ്മൾ ഇതിൽ നിന്ന് നോമൻക്ലേച്ചർ നടത്തണം, അല്ലെങ്കിൽ അവയ്ക്ക് പേര് കൊടുക്കണം. അത് സ്റ്റാൻഡർഡൈസ്ഡ് പേരായിരിക്കണം, ലോകം മൊത്തം ഒരേ പേരായിരിക്കണം. അതിന് സയന്റിഫിക് നെയിം നമ്മൾ കൊടുക്കണം. ഫോർ ദിസ് ദ ഓർഗാനിസം ഷുഡ് ബി ഡിസ്ക്രൈബ്ഡ് കറക്റ്റ്ലി. അപ്പം അങ്ങനെ ലോകം മുഴുവൻ അറിയാനായിട്ടൊരു സയന്റിഫിക് നെയിം കൊടുക്കണമെങ്കിൽ ആ ഓർഗാനിസത്തിനെ കറക്റ്റായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്യുമ്പോൾ പ്രത്യേകത ടു വാട്ട് ഓർഗാനിസം നെയിം ഈസ് അറ്റാച്ച്ഡ് ടു. ആ ഐഡന്റിഫിക്കേഷനിൽ കൂടെ ഏത് കോണിൽ, ലോകത്തിലെ ഏത് കോണിൽ ഈ പേര് പറഞ്ഞാലും ആൾക്കാർക്ക്, സയന്റിസ്റ്റുമാർക്ക് ആ ജീവിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി കഴിയണം. അപ്പോൾ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന് നമുക്ക് പേര് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ യൂണിഫൈഡ് നെയിം കൊടുക്കാനായിട്ട് ഒരു പുതിയ ഓർഗാനിസത്തിനെ തരംതിരിച്ച് പറയുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഐഡന്റിഫിക്കേഷൻ. അതിൻ്റെ അതിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നതിന് നമ്മൾ പറയും ഐഡന്റിഫിക്കേഷൻ എന്ന് പറയും. ഇനി ഐഡന്റിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് ഒരു നോമൻക്ലേച്ചറിലേക്ക് പോകാം. നോമൻക്ലേച്ചർ വഴി നമ്മൾ അതിനൊരു സയന്റിഫിക് നെയിം കൊടുക്കും. ആ സയന്റിഫിക് നെയിമിന്റെ പ്രത്യേകത എന്താണ്? 3 പോയിന്റ് ഓർമ്മിക്കുക. ഈച്ച് ഓർഗാനിസം ഹാസ് ഓൺലി 1 നെയിം. സയന്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന് ഒരൊറ്റ പേര് മാത്രമേ കാണുകയുള്ളൂ. ഡിസ്ക്രിപ്ഷൻ ഷുഡ് ഇനേബിൾ ടു അറൈവ് അറ്റ് ദ സെയിം പ്ലാന്റ് ഓർ ആനിമൽ ഓർ ഓർഗാനിസം. അപ്പോൾ ഒരു ഡിസ്ക്രിപ്ഷൻ, ആ സയന്റിഫിക് നെയിമിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്ക്രിപ്ഷനിൽ കൂടെ യഥാർത്ഥ ഓർഗാനിസത്തിൽ തന്നെ ഒരാൾക്ക് ചെന്ന് എത്താൻ കഴിയണം. ഹാസ് നോട്ട് ബീൻ യൂസ്ഡ് ഫോർ എനി അതർ നോൺ ഓർഗാനിസം. ആ കൊടുക്കുന്ന സയന്റിഫിക് നെയിം ഇതുവരെ അറിയപ്പെട്ട വേറൊരു ഓർഗാനിസത്തിന് ഉണ്ടായിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ ഓർഗാനിസത്തിന് കൊടുത്ത പേര് ആകാൻ പാടില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് സയന്റിഫിക് നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി പ്ലാന്റുകൾക്ക് സയന്റിഫിക് നെയിം കൊടുക്കുന്ന ആ നിയമസംഹിതയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ICBN. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ.
ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഇനി ഫോർ ആനിമൽസിനാണെങ്കിൽ നമ്മൾ കോഡിന്റെ പേര് ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇതാണ് ICZനും ICBNുമാണ് പ്ലാന്റിനും അനിമലിനും പേര് കൊടുക്കുന്ന കോഡുകൾ, നിയമസംഹിത എന്ന് പറയുന്നത്. ഇനി സയന്റിഫിക് നെയിം, പ്ലാന്റിനായാലും അനിമലിനായാലും ഒരു മൈക്രോ ഓർഗാനിസത്തിനായാലും പേര് കൊടുക്കുന്ന നെയിമിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെയാ പേര് കൊടുക്കുക? യൂസിങ് 2 കമ്പോണൻസ്. ഒരു ഓർഗാനിസത്തിന് 2 കമ്പോണന്റ് വെച്ചുള്ള ഒരു പേരാണ് കൊടുക്കുക. അങ്ങനെ 2 കമ്പോണന്റ് വെച്ച് ആ പേര് കൊടുക്കുന്ന രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈ മീൻസ് 2, നോമിയ മീൻസ് നെയിംസ്. അപ്പം what is binomial nomenclature? The naming system using 2 names for an organism. ഇനി ആ സിസ്റ്റം കണ്ടെത്തിയത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കരോളസ് ലിന്നേഴ്സ് അല്ലെങ്കിൽ കോൾ ലിന്നേഴ്സ് ആണ് ആ സിസ്റ്റം ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. ഇന്ന് ലോകമെമ്പാടുമുള്ള സയന്റിസ്റ്റുമാർ ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, മാഞ്ചിഫറ ഇൻഡിക്ക. നോക്കൂ, മാഞ്ചിഫറ ഒരു കമ്പോണന്റ് ആണ്, രണ്ടാമത്തെ കമ്പോണന്റ് ആണ് ഇൻഡിക്ക. അങ്ങനെ 2 കമ്പോണന്റ് വെച്ചാണ് ആ പ്ലാന്റിന് മാംഗോ ട്രീയെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. 2 കമ്പോണൻസ്, മാഞ്ചിഫറ, ഇൻഡിക്ക. അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ നമ്മൾ പറയും ഹോമോ സാപ്പിയൻസ്. ഹോമോ ഒരു കമ്പോണന്റ് ആണ്, സാപ്പിയൻസ് ഒരു കമ്പോണന്റ് ആണ്. അപ്പൊ ലോകത്ത് ഇപ്പൊ ഏത് രാജ്യത്തിലും, ഓരോ രാജ്യത്തിലും ഇന്ത്യക്കാരൻ, അമേരിക്കക്കാരൻ, റഷ്യക്കാരൻ അങ്ങനെ നമ്മൾ പറയുമ്പോൾ തന്നെയും ബയോളജി സ്റ്റുഡൻറ്റിന് ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരും ഒരൊറ്റ പേരിലാണ് അറിയപ്പെടുന്നത്. ആ പേരാണ് ഹോമോ സാപ്പിയൻസ്. അതാണ് സയന്റിഫിക് നെയിമിന്റെ പ്രത്യേകത. ഇനി സയന്റിഫിക് നെയിം കൊടുക്കുമ്പോഴത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു ലോ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതിൽ 4 പോയിന്റുകളാണുള്ളത്. 4 points ആർ ദെയർ. ഫസ്റ്റ് പോയിന്റ്, ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ. ലാറ്റിൻ ലാംഗ്വേജിലെ വാക്കുകളാണ് ബയോളജിക്കൽ നെയിമായിട്ട് എടുത്തിരിക്കുന്നത്. റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ നോട്ട് എഴുതുമ്പോൾ, ഇംഗ്ലീഷിൽ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനിടയിൽ വരുന്ന ലാറ്റിൻ പേരുകളായതുകൊണ്ട് ഇവയെ നമ്മൾ ഇറ്റാലിക്സിലാണ് അവിടെ പ്രിന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച സ്റ്റാൻഡേർഡ് ബുക്കുകളിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ബയോളജിക്കൽ നെയിം ഇറ്റാലിക്സിൽ ഒരു പ്രത്യേക ഫോണ്ടിലായിരിക്കും അവ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവുക. ദേ ആർ ലാറ്റിനൈസ്ഡ് ഓർ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ ഒറിജിൻ. അവിടെ ഒറിജിൻ ഏതായാലും, ഏത് രാജ്യത്തെ ഒറിജിൻ ആയാലും അവയെ ലാറ്റിനൈസ് ചെയ്തിട്ടുള്ള പേരുകളായിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാകും. അപ്പം കൂടുതൽ പേരുകളുമായിട്ട് പരിചയം വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സെക്കൻഡ് പോയിന്റ്, ദ ഫസ്റ്റ് വേർഡ് ഇൻ എ ബയോളജിക്കൽ നെയിം റെപ്രസെന്റ് ദ ജീനസ്. അപ്പോൾ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ജനറിക് നെയിം എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ജീനസ് എന്ന് വിളിക്കും. രണ്ടാമത്തെ പേരെന്ന് പറയുന്നത് സ്പെസിഫിക് നെയിം ആണ്, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് തന്നെ സ്പീഷീസ് എന്ന് വിളിക്കും, സ്പീഷീസ്. അപ്പോൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ അനുസരിച്ച്, ആ രീതി അനുസരിച്ച് ഒരു ലിവിങ് ഓർഗാനിസത്തിന് സയന്റിഫിക് നെയിമിന് 2 കമ്പോണന്റ് എന്ന് പറയും. ഫസ്റ്റ് കമ്പോണന്റ് അതിന്റെ ജനറിക് നെയിമാണ്, ജീനസ് എന്ന് പറയും. സെക്കൻഡ് കമ്പോണന്റ് അതിന്റെ സ്പെസിഫിക് നെയിമാണ്, നമ്മൾ തന്നെ സ്പീഷീസ് എന്ന് വിളിക്കും. ഇനി both the words in a biological name when handwritten are separately underlined. അപ്പോൾ ഹാൻഡ് റിട്ടൺ ചെയ്യുമ്പോഴത്തേക്കും, ഉദാഹരണത്തിന് മാഞ്ചിഫറ ഇൻഡിക്ക നമ്മൾ എഴുതുകയാണ്, അല്ലെങ്കിൽ പൈസം സറ്റൈവം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം, ചേർത്ത് അണ്ടർലൈൻ ചെയ്യാൻ പാടില്ല. കാരണം ഇത് നമുക്ക് ഇറ്റാലിക്സിൽ എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ റണ്ണിങ് ലെറ്ററിൽ എഴുതി കഴിഞ്ഞാൽ അത് മറ്റുള്ള വാക്കുകളിൽ നിന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ 2 വാക്കായാലും 2 ലൈനായിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്യുക. ഓർ പ്രിന്റഡ് ഇൻ ഇറ്റാലിക്സ് ടു ഇൻഡിക്കേറ്റ് ദെയർ ലാറ്റിൻ ഒറിജിൻ. അല്ലെങ്കിൽ നമ്മളത് ലാറ്റിനിൽ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യണം. ലാറ്റിൻ ഒറിജിൻ കാണിക്കുക, ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യുക. കൈകൊണ്ട് എഴുതുമ്പോഴേക്ക് 2 വാക്കായിട്ട് ഗ്യാപ്പ് ഇട്ട് എഴുതുക, അടിയിൽ 2 വര കൊടുക്കുക. ഇനി നാലാമത്തെ ഫോർത്ത് കോഡ് നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. 2 വാക്കുകൾ, ഇപ്പൊ സ്മോൾ ലെറ്റേഴ്സിൽ 2 വാക്കുകളാണ് ഉപയോഗിച്ചാണ് ഈ പേരുകൾ എഴുതുന്നെങ്കിലും ആദ്യത്തെ പേര്, അതായത് ജനറിക് നെയിം, ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ഇവിടെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ ആണ് എഴുതിക്കുന്നത്. പൈസം സറ്റൈവം ക്യാപിറ്റൽ ലെറ്റർ, എസ് സ്മോൾ ആണ്, പി ക്യാപിറ്റൽ ആണ്. നേരത്തെ പേജിൽ ഹോമോസാപ്പിയൻസ് എഴുതിയപ്പോഴും നോക്കൂ, എച്ച് ക്യാപിറ്റൽ ആണ്, എസ് സ്മോൾ ലെറ്റർ ആണ്. അതാണ് നാലാമത്തെ നിയമം. ഫോർത്ത് റൂൾ അനുസരിച്ച് ഒരു
ബയോളജിക്കൽ നെയിം നമ്മൾ എഴുതുമ്പോൾ 2 വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ജനറിക് നെയിമിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, ബാക്കിയെല്ലാം സ്മോൾ ആയിരിക്കണം. ഇവിടെ നമ്മൾ ഇൻഡിക്ക, ഇന്ത്യയാണ് ഒറിജിൻ, അവിടെ ഇൻഡിക്ക, ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഐ ക്യാപിറ്റൽ ഇട്ട് കൊടുത്തതായിരുന്നു, ഐ ഇവിടെ സ്മോൾ തന്നെ കൊടുക്കും. അപ്പോൾ എൻട്രൻസിനായാലും നിങ്ങളെ പരീക്ഷയ്ക്കായാലും ചിലപ്പോൾ ചോദിക്കാം, ബോർഡ് എക്സാമിനായാലും ചോദിക്കാം. സയന്റിഫിക് നെയിമുകൾ 4 തരത്തിൽ എഴുതിയിട്ട് പറയും. വിച്ച് വൺ ഈസ് കറക്റ്റ്ലി എക്സ്പ്രസ്ഡ് റെപ്രസെന്റഡ്, വിച്ച് വൺ ഈസ് ദ കറക്റ്റ് സയന്റിഫിക് നെയിം. അപ്പോൾ ഈ 4 റൂള് നിങ്ങൾ ശ്രദ്ധിച്ചാണ് ആ പേരുകൾ ശ്രദ്ധിക്കേണ്ടത്. 2 വാക്കാട്ട് എഴുതിയിട്ടുണ്ടോ, 2 വര കൊണ്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ, ജനറിക് നെയിം മാത്രം, ജനറിക് നെയിമിൻ്റെ ആദ്യത്തെ അക്ഷരം മാത്രം ക്യാപിറ്റൽ ആയിരിക്കണം, ബാക്കിയുള്ളതെല്ലാം സ്മോൾ ലെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ 4 റൂളുകളും നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പരീക്ഷയ്ക്കായാലും എവിടെ നോട്ട് എഴുതുമ്പോഴായാലും ബയോളജിക്കൽ നെയിം അല്ലെങ്കിൽ സയന്റിഫിക് നെയിമൊക്കെ ഈ റൂൾ അനുസരിച്ച് നിങ്ങൾ നോട്ടിലൊക്കെ എഴുതി പോകണം, പരീക്ഷയ്ക്ക് എഴുതി പോകണം. ഇനി അടുത്ത നോക്കൂ, ഈ മാഞ്ചിഫ്ര ഇൻഡിക്ക എന്ന് പറഞ്ഞ പ്ലാന്റ് ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ക്യാരക്ടറൈസ് ചെയ്ത ആളെന്ന് പറഞ്ഞാൽ ലിന്നേഴ്സ് ആണ്. കോൾ ലിന്നേഴ്സ് ആണ് ആദ്യമായിട്ട് ആ പ്ലാന്റ് കണ്ടെത്തുന്നത്. ആ ആദ്യമായിട്ട് കണ്ടെത്തുന്ന ആളിൻ്റെ പേരിൻ്റെ ഒരു അബ്രിവേറ്റഡ് രൂപം കൂടെ കൊടുക്കും. നമ്മൾ അതിനെ പറയുന്നത് ഓതർ സൈറ്റേഷൻ എന്നാണ്, ഓതർ സൈറ്റേഷൻ. അപ്പം ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ആനിമൽ ആദ്യമായിട്ട് കണ്ടെത്തി പേര് കൊടുക്കുന്ന ആളിനെ അതിൻ്റെ ഓതർ എന്നാണ് നമ്മൾ പറയുക. അത് ആരാണെന്ന് അറിയാൻ ആ പേരിനോടൊപ്പം ആ സയന്റിഫിക് നെയിമിൻ്റെ അവസാനം ആ ആളിൻ്റെ ഓതറിൻ്റെ അബ്രിവേറ്റഡ് രൂപത്തിൽ നമ്മൾ പേര് കൊടുക്കും. ദാറ്റ് ഈസ് ഓതർ സൈറ്റേഷൻ. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നോക്കൂ, ഇവിടെ ബയോളജിക്കൽ നെയിം അല്ലെങ്കിൽ സയന്റിഫിക് നെയിം നമ്മൾ ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതങ്ങനെയല്ല, ഇത് സാധാരണ പ്രിന്റിംഗ് ഫോമിൽ തന്നെ, ഇംഗ്ലീഷിൽ ആൽഫബറ്റ് ആണെങ്കിൽ പ്രിന്റിംഗ് ഫോമിലാണ്. ഒരിക്കലും ഓതർ സൈറ്റേഷനും കൂടെ ഇറ്റാലിക്സിൽ കൊടുക്കാറില്ല. ഇത് സാധാരണ പ്രിന്റഡ് ഫോമിൽ തന്നെ ആയിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സ്റ്റഡി ഓൾ ദ ലിവിങ് ഓർഗാനിസംസ്. ഇപ്പോൾ ബയോളജിയിൽ ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയെ പറ്റി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക. ഇപ്പം നമുക്കറിയാം 1.7 to 1.8 മില്യൺ സ്പീഷീസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും മില്യൺ സ്പീഷീസ്. അപ്പോൾ ഇത് എല്ലാത്തിനെയും പറ്റി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും കഴിയില്ല. അത്രയ്ക്ക് വാസ്റ്റാണ് അവയുടെ നമ്പറും അവയുടെ ആ ഡിഫറൻസസും. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്താണ്? അവയെ എന്ത് ചെയ്യുക? നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. സൗകര്യപ്രദമായ ഗ്രൂപ്പുകളാക്കി മാറ്റിക്കഴിഞ്ഞാൽ ആ ഓർഗാനിസം നമ്പർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പുകളുടെ നമ്പറായിട്ട് കുറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്പർ കുറച്ചു കൊണ്ടുവന്ന് ആ ഗ്രൂപ്പുകളെ പറ്റി, അതായത് ആ ഗ്രൂപ്പിൽ നമ്മൾ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യുക? സിമിലർ ക്യാരക്ടറുള്ളതിനെ ഒരു ഗ്രൂപ്പിലാക്കും, ഡിഫറൻറ്റ് ക്യാരക്ടറുള്ളതിനെ ഡിഫറൻറ്റ് ഗ്രൂപ്പുകളിലാക്കി മാറ്റും. അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പുകളെ പറ്റി പഠിച്ചാൽ ഈ പഠനം കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ദ പ്രോസസ് ബൈ വിച്ച് എനിത്തിങ് ഈസ് ഗ്രൂപ്പ്ഡ് ഇൻ ടു കൺവീനിയന്റ് കാറ്റഗറീസ്. അപ്പോൾ അങ്ങനെ എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഓർഗാനിസത്തിനെ കൺവീനിയന്റ് കാറ്റഗറിയിലാക്കുന്ന ആ ഗ്രൂപ്പിംഗ് എന്തിനനുസരിച്ചായിരിക്കും? സം ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും, പുറമേ കാണാൻ പറ്റുക. അപ്പം നമുക്കിങ്ങനെ ബയോഡൈവേഴ്സിറ്റി പഠിക്കാൻ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓർഗാനിസത്തെ പറ്റി പഠിക്കാൻ, അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തെ പറ്റി മൊത്തത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ഓർഗാനിസം എടുത്ത് പഠിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവയുടെ ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് അനുസരിച്ച് അവരെ നമ്മൾ പല ഗ്രൂപ്പുകളാക്കി മാറ്റും. ആ ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ആണ്. അങ്ങനെ അവയെ കാറ്റഗറൈസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇൻ ഓർഡർ ടു സ്റ്റഡി ഓർഗാനിസംസ് ഈസിലി, we have to categorize the organisms based on their easily observable characters and it is called a classification. ഇനി ഇപ്പോൾ നമ്മൾ നോക്കുകയാണ് ഒരു വീറ്റ് പ്ലാന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ആ വീറ്റ് പ്ലാന്റിനെ ക്യാരക്ടറൈസ് ചെയ്യും മനസ്സിനകത്ത്. ഗോതമ്പ് ചെടി, വീറ്റ് പ്ലാന്റ്. അപ്പം വീറ്റ് പ്ലാന്റ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മൾ ഉടനെ നമ്മുടെ മനസ്സിനകത്ത് ക്യാരക്ടറൈസ് ചെയ്യും. എങ്ങനെ ക്യാരക്ടറൈസ് ചെയ്യും? നമ്മൾ നേരത്തെ വീറ്റ് പ്ലാന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കേട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ഇമാജിൻ ചെയ്ത് നമ്മൾ മനസ്സിലതിനെ ക്യാരക്ടറൈസ് ചെയ്യും. അങ്ങനെ നമ്മൾ ആ വീറ്റ് പ്ലാന്റിലേക്ക് നമ്മൾ എത്തിച്ചേരും. അത് റൈസുമായിട്ട് നമുക്ക് ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ല. കാരണം റൈസിൻ്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് വേറെയാണ്. അപ്പോൾ നമ്മൾ അത് കമ്പയർ ചെയ്ത് നോക്കും. കമ്പയർ ചെയ്തിട്ട് നമ്മൾ അവസാനം വീറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റിലേക്ക് തന്നെ എത്തിച്ചേരും. ഇനി പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളോട് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ചെടിയിലേക്കല്ല കോൺസെൻട്രേറ്റ് ചെയ്യുക,
നമ്മൾ എന്താണ് പ്ലാന്റുകളുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, ആ ഒരു കൂട്ടം ലിവിങ് ഓർഗാനിസത്തിലായിരിക്കും നമ്മുടെ ശ്രദ്ധ പോവുക. ഇനി അതുപോലെ ഡോഗ് എന്ന് പറയുമ്പോൾ, ഡോഗ് നമുക്കറിയാം, ഒരു നായയുടെ രൂപം നമുക്ക് പരിചിതമാണ്. അപ്പൊ ആ ഡോഗ് എങ്ങനെയിരിക്കും, നമ്മൾ അതിന്റെ ക്യാരക്ടേഴ്സ് അത് നോക്കും. ഇനി ക്യാറ്റ് ആണോ, ഡൗട്ട് വന്നാൽ നമ്മൾ ക്യാറ്റിന്റെ ക്യാരക്ടറിലേക്ക് പോകുന്നു. അപ്പൊ ക്യാറ്റിന്റെ ക്യാരക്ടർ അല്ല ഈ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ഇത് ഒരു ഡോഗ് ആണോ നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഇനി മാമൽസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, എക്സ്റ്റേണൽ ഇയർ ഒക്കെയുള്ള, മെമ്മറി ഗ്ലാൻഡ് ഒക്കെയുള്ള ഹയർ ടൈപ്പ് ഓർഗാനിസമാണ് മാമൽസ്. ആ മാമൽസിലേക്ക് നമ്മുടെ മനസ്സ് ഓടിച്ചെല്ലും. ഇനി അനിമൽസ് എന്നാണ് നമ്മളോട് പറയുന്നതെങ്കിൽ നമ്മൾ മാമൽസിനെ വിടുന്നു, ഡോഗിനെ വിടുന്നു, കാറ്റിനെ വിടുന്നു. നമ്മൾ ആനിമൽസ്, സാധാരണ ആനിമൽസിന്റെ പൊതു സ്വഭാവം എന്താണ്, ജനറൽ ക്യാരക്ടേഴ്സ് എന്താണ്, ആ ഒരു സെൻസിലായിരിക്കും നമ്മുടെ ആലോചന പോവുക. അപ്പൊ ഈ പറഞ്ഞ എന്ത് രൂപമായാലും, ഡോഗ് ആയിക്കോട്ടെ, റൈസ് ആയിക്കോട്ടെ, മാമൽ ആയിക്കോട്ടെ, അനിമൽ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മള് ക്ലാസിഫിക്കേഷനിൽ ഓരോരോ തലങ്ങളാണ്. ക്ലാസിഫിക്കേഷൻ്റെ ഓരോരോ തലങ്ങളാണ് ഈ സിംഗിൾ പ്ലാന്റ്, അല്ലെങ്കിൽ മൊത്തം പ്ലാന്റ്, സിംഗിൾ അനിമൽ, ഒരു ഗ്രൂപ്പ് അനിമൽ, അല്ലെങ്കിൽ മൊത്തം അനിമൽ, ഇതെല്ലാം ക്ലാസിഫിക്കേഷനിൽ ഓരോരോ സ്റ്റെപ്പുകളാണ്, ലെവൽസ് ആണ്. അപ്പൊ ക്ലാസിഫിക്കേഷനിലെ ഓരോ ലെവലിനും നമ്മളൊരു പേര് പറയും, ടാക്സോൺ എന്ന് വിളിക്കും. ടാക്സോൺ. ഈച്ച് ലെവൽ ഇൻ ദ ക്ലാസിഫിക്കേഷൻ ഇസ് കോൾഡ് ടാക്സോൺ. ഇതിന്റെ പ്ലൂറൽ ടാക്സ എന്ന് പറയും. ദ കൺവീനിയന്റ് കാറ്റഗറീസ് യൂസ്ഡ് ടു സ്റ്റഡി ഓർഗാനിസംസ് ആർ നോൺ ആസ് ടാക്സ, സിംഗുലർ ടാക്സോൺ. നമ്മൾ ഇനി അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി വരും. ടാക്സയിലും ടാക്സോണിലും നമ്മൾ വിശദമായിട്ട് എത്തും. ഇനി അടുത്ത, ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൾ ഓർഗാനിസംസ് ഇൻടു ഡിഫറെന്റ് ടാക്സ ഈസ് കോൾഡ്, നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം, ടാക്സോണമി. ടാക്സോണമി. വാട്ട് ഈസ് ടാക്സോണമി? ഇപ്പൊ ടാക്സയെ നിങ്ങൾ ടാക്സോണമിയിൽ കണക്ട് ചെയ്യൂ. പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൾ ഓർഗാനിസംസ്. എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു സ്റ്റഡി easily into different taxa, different levels of classification is called taxonomy. ഇനി ഇപ്പൊ നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ടാക്സോണമിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ നമ്മൾ എളുപ്പം എടുക്കുന്നത് എന്താണ്, എക്സ്റ്റേണൽ സ്ട്രക്ചർ ആയിരിക്കും, ക്യാരക്ടേഴ്സ് ആയിരിക്കും, ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇനി ഇന്റേണൽ സ്ട്രക്ചർ നമുക്ക് എടുക്കാം. ഇനി ഇന്റേണൽ സ്ട്രക്ചർ എടുക്കുമ്പോൾ അതിനോടൊപ്പം നമുക്ക് സ്ട്രക്ചർ ഓഫ് സെൽ എടുക്കാം. ഡെവലപ്മെന്റ് പ്രോസസ്, ഒരു ഓർഗാനിസം പുതുതായിട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു, അതിന്റെ സെല്ലുലാർ ഈവൻസ് എന്തൊക്കെയാണ്. ഇനി ഇക്കോളജിക്കൽ ഇൻഫർമേഷൻ ഓർഗാനിസം, ആ ഓർഗാനിസത്തിന്റെ ഇക്കോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ മോഡേൺ ടാക്സോണമിക് സ്റ്റഡീസിന് ബേസിസ് ആയി മാറും. അപ്പൊ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ ഒബ്സർവർ ക്യാരക്ടേഴ്സിൽ നിന്ന് ടാക്സോണമിയിലേക്ക് വരുന്നു. ഇന്ന് ടാക്സോണമി വളരെ വലിയൊരു ബ്രാഞ്ചാണ്. ഇന്നത്തെ ടാക്സോണമിയിൽ നമ്മൾ മോഡേൺ ടാക്സോണമിക് സ്റ്റഡീസിൽ ഓർഗാനിസത്തിന്റെ പുതിയ പുതിയ ക്യാരക്ടേഴ്സിനെല്ലാം നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഇനി ടാക്സോണമി ഇസ് നോട്ട് സംതിങ് ന്യൂ. ടാക്സോണമി എന്ന് പറയുന്ന ബ്രാഞ്ച് അല്ലെങ്കിൽ സയൻസിന്റെ ബ്രാഞ്ച് ഒരു പുതിയ ബ്രാഞ്ച് അല്ല, പണ്ട് തൊട്ടേ ഉള്ള ഒരു ബ്രാഞ്ചാണ്. കാരണം പണ്ട് തൊട്ടേ ഹ്യൂമൻ ബീങ്സ് ആർ ഇൻട്രസ്റ്റഡ് ടു നോ അബൌട്ട് ഓർഗാനിസംസ്. പണ്ടേ ഹ്യൂമൻ ബീങ് അനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ പറ്റി പഠിക്കാനായിട്ട്, കൂടുതൽ അറിവ് നേടാനായിട്ട് ശ്രമം നടത്തിയിരുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ ജീവികളെ കൊണ്ടുള്ള അല്ലെങ്കിൽ ആ പ്ലാന്റുകളെ കൊണ്ടുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഭക്ഷണത്തിനായാലും ഷെൽട്ടറിനായാലും വസ്ത്രത്തിനായാലും എന്തിനായാലും ഊർജത്തിനായാലും ഇതിനൊക്കെ വേണ്ടി ആ ചെടികൾ അല്ല മൃഗങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ട്, ആ ഉപയോഗത്തെ പറ്റിയുള്ള പഠനം പണ്ടുകാലം തൊട്ട് മനുഷ്യൻ ചെയ്തു വന്നു. അപ്പൊ നമ്മൾ പറയും ബേസിസ് ഓഫ് ഏർലിയസ്റ്റ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് ആ ഓർഗാനിസത്തിന്റെ വേരിയസ് യൂസസ് ആയിരിക്കും. അപ്പൊ ആദ്യം മനുഷ്യൻ ക്യാരക്ടറൈസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് ആ ലിവിങ് ഓർഗാനിസത്തിന്റെ ഡിഫറെന്റ് യൂസസ് ആയിരിക്കും. ഇന്നിപ്പോ നമ്മൾ പറയും ടാക്സോണമിയിലുള്ള ഡിഫറെന്റ് പ്രോസസ്സസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ആർ ദ പ്രോസസ്സസ് ദാറ്റ് ആർ ബേസിക് ടു ടാക്സോണമി. അപ്പൊ ടാക്സോണമിയുടെ ഡിഫറെന്റ് പ്രോസസ്സസ് ആണ് ഈ 4. എന്താണ് ക്യാരക്ടറൈസേഷൻ? നേരത്തെ പറഞ്ഞു, ആ ഓർഗാനിസത്തിന്റെ ക്യാരക്ടേഴ്സ് അനുസരിച്ച് ആ ഓർഗാനിസത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുക, ദാറ്റ് ഇസ് ക്യാരക്ടറൈസേഷൻ. എന്താണ് ഐഡന്റിഫിക്കേഷൻ? ആ ക്യാരക്ടറൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഓർഗാനിസത്തിനെ ഏത് തരം ഓർഗാനിസമാണ് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. അങ്ങനെ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അതിന് നമ്മൾ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യും. ക്ലാസിഫിക്കേഷനിൽ അതിന്റെ സ്ഥാനം എന്താണെന്ന് നമ്മൾ ഉറപ്പിക്കും. ഏത് ലെവലിലാണ് ആ ഓർഗാനിസം വരുന്നത്, അപ്പോൾ ഏത് തലത്തിലാണ് ആ ഓർഗാനിസം വരുന്നതെന്ന് നിശ്ചയിക്കുന്ന അതിന്റെ ക്യാരക്ടേഴ്സ് ആയിരിക്കും.
അപ്പം അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ കൃത്യമായിട്ട് പുതിയ ഓർഗാനിസം ആണെങ്കിൽ നമ്മൾ അതിന് പേര് കൊടുക്കും, സയന്റിഫിക് നെയിം കൊടുക്കും. അതിനെയാണ് നമ്മൾ നോമൻക്ലേച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പം ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ആർ ദ പ്രോസസ്സസ് ദാറ്റ് ആർ ബേസിക് ടു ടാക്സോണമി. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും, നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. ഇനി നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അവസാനത്തെ സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നോക്കൂ, സിസ്റ്റമാറ്റിക്സ് എന്താണെന്ന് കൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഹ്യൂമൻ ബീയിങ്സ് നോട്ട് ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് മോർ അബൌട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദെയർ ഡൈവേഴ്സിറ്റീസ്. ഹ്യൂമൻ ബീയിങ് പലതരം ഓർഗാനിസത്തെ പറ്റിയും അവയുടെ വൈവിധ്യങ്ങളെ പറ്റി മാത്രമല്ല പഠിക്കാൻ പണ്ടേ ശ്രമിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് ബയോഡൈവേഴ്സിറ്റിയെ പറ്റി മാത്രമല്ല പഠിച്ചത്, അതിന് പുറമെ ദ റിലേഷൻഷിപ്സ് എമംഗ് ദം, ദ എവല്യൂഷണറി റിലേഷൻഷിപ്സ് എമംഗ് ദം, ആ ജീവികൾ തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ പറ്റി കൂടി ഹ്യൂമൻ ബീയിങ്സ് പണ്ട് തൊട്ടേ പഠനം നടത്തിയിരുന്നു. അങ്ങനെ ആ ബ്രാഞ്ച്, അങ്ങനെ ലിവിങ് ഓർഗാനിസത്തിലെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് കൂടെ ചേർത്ത് നമ്മൾ പഠിച്ചാൽ ആ ബ്രാഞ്ചിനെ പറഞ്ഞവരാണ് സിസ്റ്റമാറ്റിക്സ്. സിസ്റ്റമ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഈ ടേം വന്നിരിക്കുന്നത്. സിസ്റ്റമ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ തന്നെ. ക്ലാസിഫിക്കേഷൻ. സിസ്റ്റമ മീൻസ് ദ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ്. നോക്കൂ, കോൾ ലിന്നേഴ്സ് യൂസ് സിസ്റ്റമ നാച്ചുറേ ആസ് ടൈറ്റിൽ ഓഫ് ഹിസ് പബ്ലിക്കേഷൻ. കോൾ ലിന്നേഴ്സ് ഈ ക്ലാസിഫിക്കേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് അദ്ദേഹം കൊടുത്ത പേരാണ് സിസ്റ്റമ നാച്ചുറേ. സിസ്റ്റമാറ്റിക്സ് ലേറ്റർ എൻലാർജ്ഡ്. സിസ്റ്റമാറ്റിക്സിനെ പിന്നീട് വിപുലീകരിക്കപ്പെട്ടു. എന്തൊക്കെ ചേർത്തിട്ട്? ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഐഡന്റിഫിക്കേഷനും നോമൻക്ലേച്ചറും ക്ലാസിഫിക്കേഷനും കൂടി ചേർത്തുകൊണ്ട് സിസ്റ്റമാറ്റിക്സിനെ ഒരു വലിയ ബ്രാഞ്ചാക്കി മാറ്റി. ഇപ്പൊ നമുക്ക് കണ്ടാൽ തോന്നും സിസ്റ്റമാറ്റിക്സ് ഈസ് സിനോണിമസ് ടു ടാക്സോണമി. ടാക്സോണമിക്ക് തുല്യമാണ് സിസ്റ്റമാറ്റിക്സ് നമുക്ക് തോന്നാം. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക്സ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് എവല്യൂഷണറി റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ഓർഗാനിസംസ്. സാധാരണ ടാക്സോണമിയിൽ നമ്മൾ ചെയ്യുന്നത് ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് അനുസരിച്ച് അതിന്റെ സിമിലാരിറ്റി ഡിസിമിലാരിറ്റി അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ എവല്യൂഷണറി റിലേഷൻഷിപ്സും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ക്ലാസിഫിക്കേഷൻ ആ ബേസിസിൽ ഏർലിയർ ആയിട്ടുള്ള ഓർഗാനിസം ഏത്, റീസെന്റ് ഓർഗാനിസം ഏത്, അതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സിസ്റ്റമാറ്റിക്സിൽ ക്ലാസിഫിക്കേഷൻ നടത്തുക. അപ്പം എവല്യൂഷൻ റിലേഷൻഷിപ്പ് കൂടി നമ്മൾ പരിഗണിക്കുന്നുള്ളത് സിസ്റ്റമാറ്റിക്സിനെ ടാക്സോണമിയിൽ നിന്ന് നമ്മൾ വ്യത്യാസമാക്കി മാറ്റുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലിവിങ് വേൾഡിൽ ഒരു ഇൻട്രൊഡക്ടറി ചാപ്റ്ററാണ്. നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഈ ക്ലാസ്സിലെ കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.